നമുക്കൊരു വെരി ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം പഠിക്കാം. In an arithmetic progression, the sum of first 5 times is 70 and sum of first 6 times is 96. അപ്പോൾ ഫസ്റ്റ് 5 ടൈംസും ഫസ്റ്റ് 6 ടൈംസും തന്നിട്ടുണ്ട്. ഫൈൻഡ് എ സിക്സ്ത് ടൈം, ബി തേർഡ് ടൈം, സി കോമൺ ഡിഫറൻസ്. 3 കാര്യങ്ങൾ കണ്ടുപിടിക്കണം. ഫസ്റ്റ് സൊല്യൂഷൻ, സം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ S=n/2 × 2a + n - 1 × d നമുക്കറിയാം. സം തന്നിട്ടുണ്ട് 70. 5 ടേംസിൻ്റെ സം 70. ദാറ്റ് ഈസ് 5/2 × 2a + 4d. 5 - 1 ആണ് 4d = 70. 2 കോമൺ ഫാക്ടറായിട്ട് എടുക്കുമ്പോൾ 5/2 × 2 × a + 2d എന്ന് പറയുന്നത് 70. 2 and 2 ക്യാൻസൽ. a + 2d = 70/5 = 14. ദാറ്റ് ഈസ് തേർഡ് ടൈം നമുക്ക് കിട്ടി 14 എന്ന്. തേർഡ് ടൈം 14. സം ഓഫ് 6 ടൈം 96ഉം സം ഓഫ് 5 ടൈംസ് 70 ആകുമ്പം 6th ടൈം എന്ന് പറയുന്നത് 96 - 70 ആയിരിക്കുമല്ലോ. ദാറ്റ് ഈസ് 26. അപ്പോൾ എ ആൻഡ് ബി ആൻസർ നമുക്ക് കിട്ടി. ഇനി തേർഡ് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ 6th ടൈം 26ഉം തേർഡ് ടൈം 14ഉം തന്നിട്ടുണ്ട്. കോമൺ ഡിഫറൻസ് ഡി കണ്ടുപിടിക്കാനുള്ള നമ്മുടെ ഇക്വേഷൻ ഒരു ഏറ്റവും സിമ്പിളസ്റ്റ് വേ എന്ന് പറയുന്നത് ടൈം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. അല്ലാതെ കണ്ടുപിടിക്കാൻ പല മാർഗ്ഗങ്ങളും നമുക്കുണ്ട്. പക്ഷേ കുറച്ചൊരു എളുപ്പത്തിൽ 26 - 14 ഡിവൈഡഡ് ബൈ 6 - 3 ദാറ്റ് ഈസ് 12/3 = 4 എന്ന് കിട്ടും കോമൺ ഡിഫറൻസ്. ഇതാണ് കോമൺ ഡിഫറൻസ്. ടൈം തന്നിട്ടുള്ളപ്പോൾ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനുള്ള ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള മെത്തേഡാണ് നമ്മൾ ടൈം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് വെച്ച് കണക്കാക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഇക്വേഷൻ രണ്ടെണ്ണം എഴുതി എലിമിനേറ്റ് ചെയ്ത് എ കണ്ടുപിടിക്കും, അല്ലെങ്കിൽ ഡി കണ്ടുപിടിക്കും. പിന്നെ ഡിയുടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ട് എ കണ്ടുപിടിക്കുന്ന മാർഗ്ഗവും ഉണ്ട്. ഇത് കുറച്ചും കൂടി ഈസി വേ ആണ്. ഇത് പഠിച്ചു വെച്ചേക്കുക. പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. ഒരു ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് കുറേ ആശയങ്ങൾ മനസ്സിൽ വരും. നന്നായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ.